JDS നേതാവ് പ്രജ്വൽ രേവണ്ണ പ്രതിയായ ലൈംഗിക അതിക്രമ കേസിൽ പീഡനത്തിരയായ കൂടുതൽ ആളുകളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത ഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാക്കാൻ പ്രജ്വൽ രേവണ്ണ 7 ദിവസത്തെ സാവകാശം ചോദിച്ചിട്ടുണ്ട്. ബംഗളൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. SKN ഗുഡ് മോർണിംഗ്. അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകലല്ലാതെ പ്രജ്വൽ രേവണ്ണക്ക് മുന്നിൽ മറ്റ് നിർവാഹമില്ല എന്നൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. അത്രത്തോളം സമ്മർദ്ദമാണ് കർണാടക സർക്കാരും രാഷ്ട്രീയമായി കോൺഗ്രസുമെല്ലാം നൽകുന്നത്. ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. പ്രജ്വൽ രേവണ്ണക്കും അതോടൊപ്പം തന്നെ പിതാവ് HD രേവണ്ണക്കും നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അഭിഭാഷകൻ മുഖേന പ്രജ്വൽ രേവണ്ണ അറിയിച്ചിരിക്കുന്നത് 7 ദിവസത്തെ സാവകാശം വേണമെന്ന ഒരാവശ്യമാണ് അഭിഭാഷകൻ മുഖേന വിദേശത്തുള്ള പ്രജ്വൽ രേവണ്ണ അന്വേഷണ സംഘത്തോട് അറിയിച്ചിട്ടുള്ളത്. അതിനോട് അന്വേഷണ സംഘം എങ്ങനെ പ്രതികരിക്കുന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. എന്തായാലും ഇത് വലിയ രാഷ്ട്രീയ വിവാദമായിട്ട് മാറിയിട്ടുണ്ട്. കോൺഗ്രസ് അത് തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമായി ഏറ്റെടുത്തിട്ടുണ്ട്. അത് കർണാടകയിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ പോലും ഈ വിഷയം, അതായത് രാജ്യം കണ്ട ഏറ്റവും വലിയ ലൈംഗിക അതിക്രമം, ഒരു രാഷ്ട്രീയ നേതാവ് പ്രതിയായിട്ടുള്ള ലൈംഗിക അതിക്രമം എന്ന തരത്തിലാണ് കോൺഗ്രസ് അതിനെ അവതരിപ്പിക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി കർണാടകയിലുണ്ട്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉൾപ്പെടെ ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അന്വേഷണത്തിലേക്ക് വന്നാൽ ഈ പ്രജ്വൽ രേവണ്ണയെ നാട്ടിലെത്തിച്ചാൽ മാത്രമേ ഈ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാവൂ എന്നതാണ്, അതിൽ കൂടുതൽ കാര്യങ്ങൾ, വിവരങ്ങൾ പുറത്തു വരൂ എന്നതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതായത് ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തത് പ്രജ്വൽ രേവണ്ണയുടെ ഫോണിലാണ്. സ്വാഭാവികമായും ആ ഫോൺ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഫോണിലുള്ള തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രജ്വൽ രേവണ്ണയെ നാട്ടിലെത്തിച്ച് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്ന നടപടിയിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക. അതിനായി ഈ നയതന്ത്ര പാസ്പോർട്ട് ഉൾപ്പെടെ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്ന ഉൾപ്പെടെ സാഹചര്യമുണ്ട്. അത് രാഷ്ട്രീയമായി കൂടി അതിനെ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അത്തരത്തിൽ ഈ കേസ് വലിയ വിവാദമായി മാറിയിട്ടുമുണ്ട്. പ്രജ്വൽ രേവണ്ണ ഒരുപക്ഷെ 7 ദിവസത്തെ സാവകാശം തേടിയത് ഈ വോട്ടെടുപ്പ്, അതായത് മെയ് 7-നാണ് ഇവിടുത്തെ കർണാടകയിലെ അവശേഷിക്കുന്ന 14 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പുള്ളത്. ആ വോട്ടെടുപ്പിന് ശേഷം ഈ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം എത്തുക എന്ന, അല്ലെങ്കിൽ ഒരു വലിയ വിവാദം, അറസ്റ്റ് എന്ന ഒരു കോളിളക്കം ഒഴിവാക്കാനുള്ള ശ്രമമായിരിക്കും പ്രജ്വൽ രേവണ്ണയുടെ ഭാഗത്തുണ്ടാകും. എന്തായാലും കോൺഗ്രസ് ഇതിനെ ശക്തമായ രാഷ്ട്രീയ ആയുധമായി ഏറ്റെടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് ബാംഗ്ലൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്.